സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ആണി രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ഒരു നല്ല ശതമാനം ആളുകൾക്കും ആണി രോഗമുണ്ട്. പലതും ആണി രോഗം കൊണ്ട് ചവിട്ടാൻ പോലും പറ്റാതെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പിന്നെ കാലിനടിയിൽ, പാദത്തിൻ്റെ അടിയിലാണ് സാധാരണ ആണി രോഗം ഉണ്ടാകുന്നത്. ഒരു പ്രത്യേകതരം വൈറസാണ് ഈ ആണി രോഗത്തിന് കാരണം. കൂടുതലും അത് ചെരുപ്പിട്ടൊക്കെ നടക്കാത്തവർക്കും ആണ് ഇത് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വ്യാപിക്കും. കാലിൻ്റെ മറ്റ് ഈ പാദത്തിൻ്റെ തന്നെ പല സ്ഥലത്തേക്ക് ഇത് വ്യാപിച്ചിട്ട് ആണിയായിട്ട് വല്ലാത്ത അവസ്ഥയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ കാലിൻ്റെ അടിയിൽ ചെറിയ പോറലോ അല്ലെങ്കിൽ മുറിവോ ഒക്കെ ഉള്ളവർക്കാണ് ഈ ആണി രോഗം ഉണ്ടാകുന്നത്. ആ മുറിവിലൂടെ ഈ അണുക്കൾ കയറിയിട്ട് ഈ വൈറസ് കയറിയിട്ട് അത് ആണിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യണേ. ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ കറുത്ത പാടായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനി എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുന്നതെന്ന് നോക്കുക. പല വിധത്തിൽ ഉള്ള നാട്ടു ചികിത്സകളും അതുപോലെ തന്നെ ആശുപത്രി ചികിത്സകളും ഈ ആണി രോഗം മാറ്റാനായിട്ടുണ്ട്. വിനാഗിരി എന്നതാണ് കെട്ടി പഞ്ഞിയിൽ വെച്ചിട്ട് ഈ ആണി രോഗത്തിൻ്റെ അവിടെ രാത്രി വെച്ചിട്ട് രാവിലെ അത് കഴുകിക്കളയുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, തണുത്ത വെള്ളത്തിൽ ബേക്കിംഗ് സോഡ അരിയിച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക, എന്നിട്ട് കഴുകിക്കളയുക. അങ്ങനെ പല പ്രാവശ്യം കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ കഴുകിയിട്ട് കളയുക. അതുപോലെ തന്നെ അത് ചുരണ്ടി കളയുക, പതുക്കെ ചുരണ്ടി കളഞ്ഞ് അങ്ങനെ എടുക്കുന്ന തലമുണ്ട്. വേറൊന്നാണ് ബ്രെഡിൻ്റെ അകത്ത് വിനാഗിരി വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുക. അതും വേറൊരു ആണി കളയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസരത്തിൽ പ്യൂമിക് കല്ലെന്ന് പറയുന്നൊരു സാധനം കിട്ടും. അതുകൊണ്ട് പതുക്കെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മാറിക്കിട്ടും. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചിരണ്ടി കളയുക. വേറെ ഒരു മെത്തേഡാണ് ഈ ആശുപത്രികളിലൊക്കെ ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ ചെയ്ത് മരവിപ്പിച്ച് കഴിഞ്ഞിട്ട് ദ്രവരൂപത്തിലുള്ള നൈട്രജൻ വെച്ച് അലിയിച്ച് കളയും. അങ്ങനെയൊരു മെത്തേഡുണ്ട്. അതുപോലെ തന്നെ ആണിക്ക് മുകളിലായിട്ട് എരിക്കിൻ്റെ പാല് വെച്ചിട്ട് അത് കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് ചിരണ്ടി കളഞ്ഞ് അങ്ങനെ സുഖപ്പെടുത്തുന്നുണ്ട്. കശുവണ്ടിയുടെ എണ്ണ ഇതേമാതിരി വയ്ക്കാറുണ്ട്. അതും ഒറ്റ ദിവസം കൊണ്ടല്ല ഇതെല്ലാം മാറുന്നത്. പിന്നെ കൊടുവേലിക്കിഴങ്ങ് അരച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അത് പതുക്കെ ചിരണ്ടി കളയാറുണ്ട്. നമ്മുടെ വളരെ എളുപ്പമുള്ള സാധനമാണ് ഇഞ്ചി നീര് ചുണ്ണാമ്പിൻ്റെ അകത്ത് ഒരു 3 നേരം വയ്ക്കുക. അങ്ങനെ പല ദിവസം വെച്ച് അത് ചിരണ്ടി കളഞ്ഞ് പിക്കപ്പ് ചെയ്യാറുണ്ട്. വേറൊന്നാണ് കോഴിമുട്ടയുടെ വെള്ളയിൽ കൂട്ടത്തിൽ ചില തുരിശ് അങ്ങോട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് പതുക്കെ കളയാറുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് അത് തേച്ച്, ഉപ്പല്ല ഇന്ദുപ്പ് ഇട്ടിട്ട് അത് പതുക്കെ വയ്ക്കുന്ന വ്യക്തികളുണ്ട്. ഈ കള്ളിച്ചെടിയുടെ കറയും എരിക്കിൻ്റെ കറയും കൂടെ വെച്ച് അത് തേച്ച് പിടിപ്പിച്ച് പല പ്രാവശ്യം തേച്ച് പിടിപ്പിച്ച് ചിരണ്ടി കളയുന്ന തലമുണ്ട്. വേറൊന്നാണ് കടുക്കയും മഞ്ഞളും വെളിച്ചെണ്ണയും കൂടി ഒരു ഇതുണ്ടാക്കുക. അത് മിക്സ് ചെയ്ത് വെച്ച് സാവധാനത്തിൽ അതിങ്ങനെ ദ്രവിച്ച് അതിൻ്റെ അങ്ങ് കഴുകിക്കളയുന്ന തലമുണ്ട്. അപ്പം ഇങ്ങനെ പല വിധത്തിൽ ആണി രോഗത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഏതായാലും വളരെ അസ്വസ്ഥത കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അസ്വസ്ഥയും വേദനയും അനുഭവപ്പെടുന്ന തലമാണ് ഈ ആണി രോഗം എന്ന് പറയുന്നത്. ആദ്യം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. വരുമ്പോൾ തന്നെ വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ വലിയ ആണിയായിട്ട്
ഒരു ചവിട്ടാൻ പോലും പറ്റാത്ത തോതിൽ വിഷമിക്കേണ്ട അവസ്ഥ വിശേഷം വരില്ല. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, ഈ ആണിരോഗം കൊണ്ട് വിഷമിക്കുന്ന ഓരോരുത്തരെയും, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ വേദനകളെ ശാന്തമായിട്ട് അഭിമുഖീകരിക്കുവാനുള്ള കൃപാവരം നൽകണമേ. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരിലേക്ക് അങ്ങ് കടന്നു വന്ന് ഇവരെ അങ്ങ് സുഖപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനീ പറഞ്ഞ തലങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒത്തിരി മാറ്റം, ഒത്തിരി സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.